ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹായ് സിൽക്സ്, കളപ്പുരയ്ക്കൽ ആർക്കേഡ്, നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മാള. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പ്രശസ്തനോ പ്രഗത്ഭനോ ഒന്നും തന്നെയല്ല. എന്നാൽ മണ്ണിൽ പണിയെടുത്ത് നാടിന്റെ നെഞ്ചകം തൊട്ടറിഞ്ഞ് സ്വന്തം നാടിനും നാട്ടുകാർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു സാധാരണ പൊതുപ്രവർത്തകൻ. അതിലുപരി രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര തെളിയിച്ച് മുന്നോട്ടു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ മാളയുടെ സ്വന്തം വിനോദ് വിധേയത്തിൽ എന്ന പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ രംഗത്തെ നേട്ടവും കോട്ടവും ഇന്ന് നമ്മളുമായി ചർച്ച ചെയ്യുന്നു. മറ്റു രാഷ്ട്രീയക്കാരിൽ നിന്നും വിഭിന്നമായി ഇദ്ദേഹം സമൂഹത്തിൽ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനു സാക്ഷിയായ ചിലരുടെ വാക്കുകളും നമുക്ക് കേൾക്കാം. ഞാൻ അംഗൻവാടി വർക്കറാണ്. വിനോദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ INTUCയുടെ അംഗൻവാടി യൂണിയൻ രൂപീകരണമായിട്ടാണ് വിനോദിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞങ്ങൾ കുറച്ച് വിഭാഗം ഒരു യൂണിയനും ഇല്ലാണ്ട് നിൽക്കുക. കാരണം CAT ആയിരുന്നു മാളയിൽ ഉണ്ടായിരുന്നത്. INTUC രൂപീകരിച്ചു എങ്കിലും ഇടയ്ക്ക് വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോയേക്കായിരുന്നു. അവിടെ നിന്നാണ് വിനോദ് ഞങ്ങളെല്ലാവരും സംഘടിപ്പിച്ച് യൂണിയൻ രൂപീകരിക്കുന്നതും പലപ്പോഴും അല്ല, സ്ഥിരം വിനോദാണ് കയ്യിൽ നിന്ന് കാശിട്ട് ഞങ്ങൾ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതും ജില്ലാതല മീറ്റിങ്ങുകൾക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതും ഒക്കെ. ഒരു ലാഭേച്ഛയില്ലാത്ത പ്രവൃത്തിയാണ് വിനോദ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിനോദിനെ വിളിക്കാം. വിനോദിനെ കൊണ്ട് പറ്റാവുന്ന കാര്യമാണെങ്കിൽ വിനോദ് ചെയ്തു തരാറുണ്ട്. നല്ലൊരു എന്താ പറയുക, സഹോദരനായിട്ടും നല്ലൊരു ചങ്ങാതിയായിട്ടും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് വിനോദ്. വിനോദിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വിനോദ് നല്ലൊരു പാർട്ടി പ്രവർത്തനമാണ്. INTUCയുടെ മെയിൻ പാർട്ടി പ്രവർത്തനം കൂടിയാണ്. പിന്നെ ആർക്കും നല്ല ഉപകാരമാണ്. എന്ത് കാര്യം ഏത് സമയത്ത് വിളിച്ചാലും ആൾ വരാൻ മടി കാണിക്കാറില്ല. അതാണ് ആളുടെ പ്രത്യേകത. പിന്നെ ആൾ എല്ലാത്തിനും ആൾ മുൻപിലുണ്ടാവും. എന്ത് കാര്യം ചോദിച്ചാൽ ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റില്ല എന്ന് ആൾ പറയാറില്ല. പണ്ടേ തുടങ്ങി എനിക്ക് അറിയാം, ചെറുപ്പത്തിൽ തുടങ്ങി അറിയുന്ന ആളാണ്. അതാണ് വിനോദ്. കഴിഞ്ഞ വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ആൾ കണ്ടമാനം ആൾക്കാർക്കും എനിക്കടക്കം പല ഉപകാരങ്ങളും ആൾ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തെന്ന് ചോദിച്ചാൽ ആൾ എന്തിനും ആൾ മുന്നിലുണ്ടാകും. വണ്ടിയിലെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ആൾ മുൻപിലുണ്ടായിരുന്നു. പിന്നെ ആൾ ഒരു കട നടത്തിയിരുന്നു, അത് നഷ്ടത്തിൽ നിർത്തി. പക്ഷേ ആൾ അതിക്ക് മുൻപ് കട നടത്തിലേക്ക് മുൻപ് ആൾ മന്ത്രിയുടെ നിന്ന് നല്ല പ്രവർത്തനമുള്ള അവാർഡ് കേന്ദ്രമന്ത്രിയുടെ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയിട്ടാണ് വിനോദ്. ഞങ്ങൾ ഈ യൂണിയത്തിലുള്ള കാലം തുടങ്ങിയിട്ട് ഞാൻ INTUCയുടെ ലോട്ടറി തൊഴിലാളിയാണ്. ഞങ്ങൾ എന്ത് കാര്യത്തിനും ചെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിനും മുടക്കില്ലാത്ത എല്ലാ കാര്യത്തിനും ഞങ്ങളോട് സഹകരിച്ചും ഞങ്ങളെ ആവശ്യങ്ങൾ നടത്തി തരാനും എല്ലാ കാര്യത്തിനും മുൻകൈ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആളെ കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. നാളെ അതുപോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് പറഞ്ഞത്. മാളയ്ക്ക് ഒരു തിലകക്കുറിയായി വർണ്ണ വസന്തങ്ങൾ വാരി വിതറി നിങ്ങൾ കണിഞ്ഞൊരുങ്ങാൻ ഹായ് സിൽക്സ് വർണ്ണ വിസ്മയങ്ങളുടെ അതിവിപുലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മംഗളവേളകൾ ഇനി അവിസ്മരണീയമാക്കാൻ നിങ്ങൾക്കൊപ്പം ഹായ് സിൽക്സ്. പ്യുർ സിൽക്ക്, ജൂട്ട് സിൽക്ക്, റോസ് സിൽക്ക്, ഉപ്പട സിൽക്ക്, ഹാൻഡ്ലൂം സിൽക്ക്, ക്രേപ്പ് സിൽക്ക്, കോട്ടൺ സിൽക്ക്, ചന്തേരി സിൽക്ക്, മട്ക സിൽക്ക്, ഗാർഡൻ സിൽക്ക് എന്നിങ്ങനെ വൈവിധ്യം നിറഞ്ഞ പട്ടുസാരി കളക്ഷൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ചുരിദാർസ്, ദുപ്പട്ട, ടോപ്സ്, കുർത്തീസ്, പലാസോ, നൈറ്റി, നൈറ്റ് സ്യൂട്ട്, ലെഗിങ്സ്,
കിഡ്സ് വെയർ, ന്യൂ ബോൺ കളക്ഷൻസ് എന്നിവയുടെ മനോഹരമായ പുതിയ കളക്ഷൻസ്. കൂടാതെ ഞങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നിങ്ങൾക്കായി സ്പെഷ്യൽ ഓഫർ ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ എടുക്കുന്നത് ഏത് ഡ്രസ് മെറ്റീരിയൽ ആയിരുന്നാലും ഒന്നിന് മറ്റൊന്ന് ഫ്രീ ആയി നൽകുന്നു. ചുരിദാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ചുരിദാർസ്, ദുപ്പട്ട എന്നിവ 2 എണ്ണം വാങ്ങിയാൽ 1 തികച്ചും സൗജന്യം. ലേഡീസ് ടോപ്സ്, കുർത്തീസ്, സാരി, പലാസോ, നൈറ്റി, നൈറ്റ് സ്യൂട്ട് എന്നിവ 3 എണ്ണം വാങ്ങിയാൽ 1 സൗജന്യം. ലെഗിങ്സ് 4 എണ്ണം വാങ്ങിയാൽ 1 സൗജന്യം. ഹായ് സിൽക്സ്, കളപ്പുരക്കൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മാള. ഫോൺ നമ്പർ 048028905000. എല്ലാവർക്കും നമസ്കാരം. ലൈംലൈറ്റിൻ്റെ പുതിയൊരു അതിഥി, മാളയിലെ നമുക്കേവർക്കും സുപരിചിതനായ വിനോദ് വിധേയത്തിലാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഇദ്ദേഹത്തെ കാണുന്നവർക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു ചിന്താഗതി ഉണ്ടാകും, ഇദ്ദേഹത്തിന് എന്തിനാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ഇദ്ദേഹം ഒരു പ്രത്യേകത എന്തെങ്കിലും ഉള്ള ആളാണോ എന്ന്. നമ്മൾ പ്രത്യേകത ഉള്ളവർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവർ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത്തരത്തിലുള്ള ഒരു സാമൂഹിക പ്രവർത്തകനാണ് വിനോദ് വിധേയത്തിൽ. ഇദ്ദേഹത്തിൻ്റെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനം, നാടിനു വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. വിനോദേട്ടാ നമസ്കാരം. നമസ്കാരം. ലൈംലൈറ്റിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, വിനോദ് എന്ന ഒരു വ്യക്തി ഈ ഖദറിട്ട് നടക്കുന്ന ഒരുപാട് വർഷത്തോളമായി സുപരിചിതനാണ് എല്ലാവർക്കും. എന്താണ് നിങ്ങൾ ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എടുത്തു പറയത്തക്ക രീതിയിൽ എന്താണ് നിങ്ങൾ ഒരു കാര്യം ഒന്ന് വ്യക്തമായിട്ട് പറയാമോ? സമൂഹത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം. ഏറ്റവും ഇപ്പോൾ സുധീർ ചോദിച്ച പോലെ വർഷങ്ങളായി ഈ പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയപരമായിട്ടും അതിനേക്കാൾ ഉപരി പൊതുപ്രവർത്തകനായിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക്. അത് പറയാൻ കാരണം വെച്ചാൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ അതേമാതിരി കഷ്ടപ്പെട്ട് അത്രമാത്രം ചെറ്റക്കുടലിൽ ജനിച്ച് വളർന്ന് ഇപ്പോഴും കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് മറ്റുള്ളവരുടെ വേദന അല്ലെങ്കിൽ പ്രയാസങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചാരിറ്റികൾ ഇപ്പോൾ ചിലതൊക്കെ പരസ്യമായിട്ട് ചെയ്യാറുണ്ട്, ചിലതൊക്കെ അതല്ല അതിനേക്കാൾ ഉപരി രഹസ്യമായിട്ട് തന്നെ എന്നാലാവുന്നതും. ഇപ്പോൾ ഏറ്റവും അടുത്ത് എനിക്ക് കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ ഇത് കുറേ കാലം എൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട്. ഇപ്പോൾ സുധീറിനെ അറിയാവുന്നതൊക്കെ, സുധീറും പല മാള ടൗണിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രോഗ്രാം, സുധീറിൻ്റെ തന്നെ 2-3 പരിപാടികൾ നടത്തി ഒരുപാട് രോഗികൾക്ക് നമുക്കതിൽ നിന്ന് സാമ്പത്തിക സഹായം കൊടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പോൾ നമ്മൾ സ്നേഹഗിരിയിൽ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ നമ്മളൊരു വീട്, ഒരു പാവപ്പെട്ട കുട്ടിക്ക് വീടുകൾ പണിത് കൊടുക്കുന്നു. അതുപോലെ കഴിഞ്ഞ പ്രളയം 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് നമുക്ക് കൊടത്തൂന്ന് കോട്ടമുറി പാലത്തിൻ്റെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ സാധിച്ചു. നേരിട്ട് തന്നെ ഒരു വീട് നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് മുഴുവനായിട്ട് പണിത് കൊടുക്കാൻ സാധിച്ചു നമ്മുടെ പ്രയത്നം. അങ്ങനെ ഒരുപാട് പറയണമെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളങ്ങനെ ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു പാർട്ടിക്കാരാണെങ്കിൽ പോലും സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുക. അതിലുപരി തന്നെ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സും വന്നു ചേരാം. കാരണം അത് പറയും ഇങ്ങനെ ചെയ്തു, അങ്ങനെ വിനോദ് അല്ലെങ്കിൽ സുധീർ, അത് സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരിതാണ്. നന്മയുണ്ടെങ്കിൽ തിന്മയും പറയപ്പെടും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കേസില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം, നിങ്ങൾ ഈ പാർട്ടിയെല്ലാം മാറ്റിവെച്ച് ഒരു ടൈമിൽ ഒരു സിനിമാ ലോകത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒരു കഥ പറയാമോ? അതെന്താണ് സംഭവിച്ചത്? അതിൻ്റെ കഥ പറയണമെങ്കിൽ അതിൻ്റെ ബാക്കി പത്രമാണ് ഞാൻ എൻ്റെ ജീവിതം ഇന്നത്തെ. എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു എന്നാൽ എൻ്റെ മനസ്സിലൊരു കല ഒളിഞ്ഞു കിടപ്പെട്ടു. തീർച്ചയായിട്ടും അത് ചതിക്കപ്പെട്ടു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. കാരണം എനിക്ക് അത് ഇപ്പം അത്
ഓർക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് മുകളിലിരിക്കുന്ന സർവേശ്വരൻ്റെ ഒരു കയ്യിലിരിക്കുന്നത്. കാരണം ദൈവം എന്നെ ഇപ്പോഴും ജീവിക്കാൻ അത് ഇത്രമാത്രം ഞാൻ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത് അതിൻ്റെ ഒറ്റ ഇതുകൊണ്ടാണ്. എനിക്ക് അതിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഞാൻ സമ്പാദിച്ചത് എല്ലാം പോയി, എൻ്റെ കഷ്ടപ്പാട്. പക്ഷേ എൻ്റെ കുടുംബം ഈ നിമിഷം വരെ എന്നോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് വളരെ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചത്. ആരൊക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ ഇന്നും കൈത്താങ്ങായിട്ട് നിൽക്കുന്ന നമ്മൾ സ്വന്തം കുടുംബം മാത്രമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിൽ വന്നുപെട്ട ഓരോരോ വിഷയങ്ങളും അതെല്ലാം ദൈവം ഈശ്വരൻ മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് വിനോദ് പഴയതെങ്ങനെയായിരുന്നോ അതിലും ഗംഭീരമായിട്ട് തിരിച്ചു വരാനായിട്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് തിരിച്ചു വരാൻ താങ്കൾ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മൾ ഒരുപാട് നല്ല സുഹൃത്തുക്കളും സുധീരനെ പോലെ അതേപോലെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ, അവരുടെയൊക്കെ ആ ഉപദേശത്തിൻ്റെയും സഹായത്തിൻ്റെയും പുറത്താണ് ഇന്നും ഈ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു. ഇത്രയും നാൾ അത് കഴിഞ്ഞു. അപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് പാർട്ടി ബേസിൽ നിൽക്കുകയാണെങ്കിൽ വർഷങ്ങളോളായി ഇപ്പോൾ വിനോദ് വിധേയത്തിൽ എന്ന് പറഞ്ഞ ഒരാൾ പാർട്ടിയിൽ നിൽക്കുന്നു, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത്, വോട്ടിന് നിന്നൂടെ? അത് ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുക, അത് ഒക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മത്സരിക്കുന്നില്ല. കാരണം വ്യക്തിപരമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിന് ആദ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇപ്പം അതിന് ഒരുപാട് വീടില്ലാത്ത വിഷയം, അതുപോലെ മറ്റ് പ്രശ്നം. അപ്പോൾ അതൊക്കെ തീർന്നിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഞാൻ എപ്പോഴും ഉണ്ടാവും. അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ എന്നിരുന്നാലും സാമൂഹികമായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഇടപെട്ടുകൊണ്ട് നമ്മളാലാവുന്ന സഹായം ചെയ്യാൻ സാധിക്കും. ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരുമ്പോൾ അത് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ കഴിയും. തീർച്ചയായിട്ടും. ഇന്നത്തെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ രാഷ്ട്രീയം എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന് വെച്ചാൽ സ്വയം എൻ്റെ രാഷ്ട്രീയം എൻ്റെ വളർച്ച, അതായത് വ്യക്തിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് ഇന്ന് കൊണ്ടുനടക്കുന്നത്. അത് വളരെ ഉത്തമ ഉദാഹരണം. ഇന്നത്തെ എനിക്ക് വളരാൻ വേണ്ടി ഞാൻ എൻ്റെ ആ രാഷ്ട്രീയത്തെ, ആ പ്രസ്ഥാനത്തെ ഉപയോഗിക്കുക. എൻ്റെ വളർച്ച കഴിഞ്ഞാൽ അതിന് താഴോട്ട് ആരുണ്ടെന്നുള്ള ചിന്ത അതിന് നേതൃത്വം കൊടുക്കുന്നത്. അതാണ് ഇന്നത്തെ ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ഇവിടെയൊക്കെ ഉണ്ടാകുന്ന സ്ഥിതി. എന്ന് വെച്ചാൽ സാധാരണക്കാരായ പ്രവർത്തകരുടെ വികാരം മാനിക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല. ഇപ്പോഴത്തെ അതായത് നമ്മളുടെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ പൊതുവെ കണ്ടുവരാൻ, അതായത് ഞാൻ വളരുക, അതാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ, ഇപ്പോൾ CPM ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും എടുക്കുക. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ രാഷ്ട്രീയ ജനാധിപത്യം കശാപ്പ് അട്ടിമറിക്കപ്പെടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ബീഹാർ ഈ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഈ അടുത്ത കാലത്ത് അത് ജനാധിപത്യ കാശ് കൊടുത്ത് വിറ്റു. അതായത് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇന്നത്തെ രാഷ്ട്രീയം. കോർപ്പറേറ്റുകളാണ് നമ്മുടെ രാജ്യം നിയന്ത്രിക്കുന്നത്. അത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു അതീതമായിട്ട് അതിൻ്റെ മുകളിൽ കോർപ്പറേറ്റുകൾ കയറിയിരുന്ന് അവരെ കൊണ്ട് ഭരിപ്പിക്കുന്ന അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം കൊണ്ടുനടക്കുമ്പോൾ ഇവിടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുക. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ മാനിക്കാത്തത് കൊണ്ട് ഈ കോർപ്പറേറ്റുകൾ വരും കാലങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ നോക്കിക്കോ, അധികം വിദൂരമല്ല, വരും കാലങ്ങളിൽ ഈ കോർപ്പറേറ്റുകൾ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട. അപ്പോഴാണ് അവരെ ഈ ഇപ്പോൾ ഉത്തരേന്ത്യകളിലൊക്കെ കണ്ടുവരുന്ന ആ രീതി കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോവുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും. അതിപ്പോൾ അതങ്ങനെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഞാൻ കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അത് എത്ര നാളായി അത് തുടങ്ങിയിട്ട്? ഞാനത് അതായത് ഓർമ്മ വെച്ച പണ്ടേ മുതൽ കൃഷിയോട് താല്പര്യമുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ ആ മണ്ണിനോട് ചേർന്ന് പണിയെടുത്ത് അതിൻ്റെ വിയർപ്പുണ്ടാകുന്ന അതിൻ്റെ ഒരു സുഖം അത് എത്ര വലിയ ഇതായാലും പറഞ്ഞനുഭവിക്കാം. നമ്മളുടെ വിഷമങ്ങളൊക്കെ മാറുന്ന അതൊരു സുഖമാണ് മണ്ണിൽ പണിയെടുക്കാന്ന് പറഞ്ഞാൽ. രാഷ്ട്രീയത്തിലായാലും നമുക്ക് ജീവിതത്തിലായാലും എന്തെങ്കിലും മാനസികമായിട്ട് വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഒന്ന് റിലാക്സ് ആവാനായിട്ട് മണ്ണിലേക്ക് വരിക. അതേപോലെ കൃഷിയുണ്ട്, വാഴ, പയർ, അങ്ങനെ എല്ലാ തരം. എന്തെങ്കിലും നിങ്ങൾക്ക് ലാഭം എന്തെങ്കിലും ഉണ്ടോ? ലാഭം പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്യുക. പക്ഷേ ഇതിൽ ലാഭത്തേക്കാൾ ഉപരി സംതൃപ്തി കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നേരത്തെ വലിയൊരു ആനന്ദം ഈ കൃഷിയിൽ കിട്ടുന്നുണ്ട്. അത് വലിയൊരു സംഭവം. അത് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. അത് അതിൻ്റെ ഒരു സുഖം വേറെ. അതാണ്. രാഷ്ട്രീയത്തിൽ നേരത്തെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, അതായത് രാഷ്ട്രീയത്തിലെ പാർട്ടിയിൽ ആരുമല്ല എന്നൊരു രീതിയിൽ ഞാൻ നേരത്തെ ചോദിച്ചു.
അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന INTUC-യിലാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിലും നിങ്ങൾക്കൊരു സ്ഥാനമില്ലാന്നോ ബന്ധമില്ലാന്നൊക്കെ പറയുന്നുണ്ട്. അതും ശരിയാണ്. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ചർച്ച വന്നു. ഞാൻ INTUC-യുടെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാണ്. അത് INTUC എന്താണെന്ന് അറിയാൻ പാടാത്തവരാണ് ഇവിടുത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. ജില്ലയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടൊരു ജില്ലാ പ്രസിഡൻ്റ് ഉണ്ട്, ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ അംഗമാണ്. ഇത് INTUC അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ INTUC അല്ല എന്ന് ഇവർ പറഞ്ഞു നടന്നാൽ എന്താണ് ഇവർക്ക് ഗുണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്തിനാണ് എന്നെ ഇങ്ങനെ പാർട്ടിക്കാരനല്ല INTUC-കാരനല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്ത് നേട്ടമാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ എന്നിലൂടെ എനിക്ക് കിട്ടേണ്ട എന്തെങ്കിലും എനിക്കൊന്ന്, അതായത് നമ്മളെത്ര വലിയ എന്നെ എന്തോ ഒരു പൊതു ശത്രുവിനെ പോലെ, അതായത് CPM BJP അവരൊന്നും കാണാത്ത രീതിയിലുള്ള ശത്രുതാ മനോഭാവത്തോടുകൂടി കുറച്ച് ആളുകൾ അത് അവർക്ക് മനസ്സിലാവും പിന്നീട്. അത് അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർ അറിയുന്നില്ല. എൻ്റെ മനസ്സിലായില്ല. അപ്പം അവർ പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏൽപ്പിച്ച് തന്നെ എൻ്റെ യൂണിയനെ ഭാരവാഹിത്വം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അംഗൻവാടി വർക്കർമാർ, ലോട്ടറി തൊഴിലാളികൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ഒക്കെ നല്ല രീതിയിൽ, അതും ഈ നേരത്തെ പറഞ്ഞ കൃഷിയെ പോലെ തന്നെ തൊഴിലാളികളുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തിയും ഇതേ ഇതാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വ്യക്തിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് നിങ്ങൾ വോട്ടിന് നിന്ന് ജയിക്കുകയാണെങ്കിൽ, വോട്ടിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഒരു മെമ്പർ ചെയ്യുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ എനിക്കും അറിയാവുന്ന, ഒരു മെമ്പർ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങളെ കാണുന്നവർക്ക് ഒരു മനുഷ്യനായിട്ട് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. അതായത് ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ട് കാണാൻ പറ്റില്ല. കാരണം അതൊരു പച്ച മനുഷ്യനാണ്. നേരെ മറിച്ച് ഒരു രാഷ്ട്രീയക്കാരൻ എന്നൊരു രീതിയിൽ വിനോദിനെ നോക്കുമ്പോൾ വിനോദിന് ഒരുപാട് ചിലപ്പോൾ ന്യൂനതകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, സമൂഹത്തിന് വേണ്ടി ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നിങ്ങളെ കാണുമ്പോൾ അത് ആ മനുഷ്യത്വമായിട്ടുള്ള രീതിയിൽ മാത്രമേ, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തനങ്ങളും, ചാരിറ്റി ആയാലും, ഇപ്പോൾ കൃഷി മറ്റുള്ള, അതൊന്നും ചില രാഷ്ട്രീയക്കാർ വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് ഞങ്ങളുടെ ചാനലും വന്ന് ഇങ്ങനെ ഒന്ന് മുമ്പിൽ ചോദിക്കാനുള്ള കാരണം. അപ്പോൾ ഇനി നാളെ നിങ്ങളെങ്ങനെയായിരിക്കും രാഷ്ട്രീയത്തിലും ജനങ്ങളോട്? എൻ്റെ സമീപനം എന്നും, അതായത് മറ്റുള്ളവർക്ക് ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലതെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിലായാലും ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിൽ നമുക്കങ്ങനെ നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താൻ ആരുമില്ല. നമ്മൾ ഒരു ഗോഡ് ഫാദർമാരെന്ന് പറയില്ലേ, നമുക്ക് അതിനുള്ള ഒന്നിലും സാമ്പത്തികം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും പിന്തുണയ്ക്കാൻ വേണം. ആരുടെയും സഹായമില്ലാതെയാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിരുന്നത്. എന്നിരുന്നാൽ എൻ്റെ കൂടെ എന്നെ ഇപ്പോഴും രാഷ്ട്രീയമായി സഹായിക്കുന്ന ഒരു വിഭാഗം കുറേ ആളുകളുണ്ട്. അത് നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് നമ്മളെ കൊണ്ടു നടക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടു. പക്ഷേ അതുകൊണ്ട് നല്ല രീതിയിൽ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നുമില്ലെങ്കിൽ പോലും പൊതുപ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കാൻ രാഷ്ട്രീയം വേണ്ട എന്നൊരു അഭിപ്രായക്കാരൻ കൂടി ഞാൻ. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ഇതില്ലെങ്കിലും അപ്പോൾ വേറെ ഒരു ചോദ്യം കൂടി, അതായത് ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളിപ്പോൾ ഒരു മെമ്പർ അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ വോട്ടിൽ നിന്നില്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കും എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ നാളേക്കുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലെ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, അത് ശരിയാക്കും, ഇത് ശരിയാക്കും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? അല്ല, അത് നമുക്ക് ഒരു ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ ഒരു ജനപ്രതിനിധിയായിട്ട് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒന്നിലും ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകം വരാൻ നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ വന്നാൽ അത് പറയാൻ പറ്റില്ല. ഞാനത് ഇപ്പോൾ സുധീർ ചോദിച്ചുകൊണ്ട് പറയുന്നത് നമ്മുടെ മനസ്സിലാഗ്രഹം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ ചെയ്തതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷേ നാളുകളിൽ ഉണ്ടെങ്കിൽ മനസ്സിൽ ഒരുപാട് പ്ലാനും പദ്ധതിയും എല്ലാവരും പറയുന്ന പോലെയല്ല, വിഭാവനം ചെയ്തിട്ട് ഒരു നമ്മുടെ മനസ്സിലുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായ മനസ്സിൽ ഉദ്ദേശമുണ്ട്. ഇനി ജയിച്ചു വരാൻ പോകുന്ന മെമ്പർമാരോട് എന്താണ് ഒരു രാഷ്ട്രീയക്കാരൻ ഇത്രയും വർഷം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് വിനോദ് എന്ന ഒരു വ്യക്തി. അപ്പോൾ രാഷ്ട്രീയക്കാരൻ, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, അല്ലെങ്കിൽ അതിലെല്ലാത്തിലും ഉപരിയായിട്ട് ഒരു മനുഷ്യനായിട്ട് ജയിച്ചു വരുന്ന മെമ്പർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജയിച്ചു വരുന്ന മെമ്പർമാർ പലരും പല
ഉദ്ദേശങ്ങളോട് ജയിച്ചു വരുന്നവരുണ്ടാവും. പലർക്കും പല കാഴ്ചപ്പാടായിരിക്കും, എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാട്. അപ്പോൾ അതൊരു നാടിന് വേണ്ടി നന്മ ചെയ്താൽ ആ എന്താണോ ജനങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ജനങ്ങൾ തിരിച്ചു തരും. അത് തീർച്ചയായിട്ടും നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക, ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. സാധാരണക്കാരുടെ വിഷയത്തിൽ ഇടപെടുക, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ. നമ്മുടെ ഗ്രാമീണ മേഖലയാണ്, ഈ ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന വികസനങ്ങൾക്കാണ് ഏറ്റവും പ്രാമുഖ്യം. ആരോഗ്യം, വിദ്യാഭ്യാസം, അതേപോലെ കുടിവെള്ളം, വൈദ്യുതി, ഈ 3 കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ആശ്രയിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പോയാൽ നാളുകളിൽ ഈ മെമ്പർമാർക്ക് നല്ല രീതിയിൽ ജനം തരുന്ന അംഗീകാരം പിന്നീട് അങ്ങോട്ട് അവരുടെ ആ പൊതുപ്രവർത്തന രംഗത്ത് അത് ശോഭിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളിങ്ങനെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ പരിചയപ്പെട്ടത്. മാളയിലെ സന്തത സഹചാരിയാണ്. എല്ലാ ദിവസവും എല്ലാ സമയത്തും ഏത് ടൈമിനും മാളയിൽ കാണുന്ന ഒരു മുഖം വിനോദ് വിധേയത്തിൽ. പാർട്ടി എന്നതിലുപരി ഒരു പച്ചയായ മനുഷ്യനായിട്ട് സമൂഹത്തിന് മാത്രം സേവ ചെയ്യണമെന്ന് അർപ്പിച്ചുകൊണ്ട് ജീവിതം ഒഴിഞ്ഞു വെച്ച നല്ല ഒരു മനുഷ്യസ്നേഹി, ഒരു കർഷകൻ കൂടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ ഇദ്ദേഹത്തിനും ഒരു നല്ലൊരു സ്ഥാനം കിട്ടട്ടെ, അതിലൂടെ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുവാൻ വിനോദ് വിധേയത്തിൽ എന്ന ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തകന് കഴിയട്ടെ എന്ന് ലൈംലൈറ്റിൻ്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഗ്രിൽ ബോക്സ് ഫുഡ് കോർട്ട് മാള. നാവിൽ രുചിയൂറുന്ന വിഭവങ്ങളുമായിതാ ഗ്രിൽ ബോക്സ് ഫുഡ് കോർട്ട്. അൽഫാം, ബീഫ് സ്റ്റീക്ക്, ബ്രോസ്റ്റഡ് ചിക്കൻ, ഷവർമ, ഷവായ് ചിക്കൻ, ബിരിയാണി, കുഴിമന്തി, കപ്സ തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ അറേബ്യൻ മസാലകളുടെ തനത് രുചിയിൽ അറേബ്യൻ സംഗീതത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കാം. കൂടാതെ ബർഗർ, കാപ്പിച്ചിനോ, ഫലൂഡ ഐസ്ക്രീം, മിൽക്ക് ഷേക്ക്, ഫ്രഷ് ജ്യൂസ് തുടങ്ങിയ വിഭവങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഗ്രിൽ ബോക്സ് ഫുഡ് കോർട്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം, മെയിൻ റോഡ്, മാള. ഫോൺ നമ്പർ 9846836635.